കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയങ്ങൾ എന്നുള്ളതായ പാഠങ്ങളെയാണ്. ഇന്ന് നാം അതിൻ്റെ അവസാന പാഠമാണ് പഠിക്കുന്നത്. ഉപസംഹാരം, യേശുവിനെയും അവൻ്റെ വചനത്തെയും അറിയുക എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ ബിനോയ് ചാക്കോ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പാഠത്തിൻ്റെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റൽസ്, ഈ 13ാമത്തെ പാഠത്തിൻ്റെ ചർച്ചയിലേക്ക് പാസ്റ്ററേയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നു. ആ വചനം കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നവർ നിത്യജീവങ്കിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പാഠം. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, ഉയർപ്പ്, പുനരുത്ഥാനം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകപ്പെടുന്നതായ പ്രത്യാശ, ഇവയൊക്കെയാണ് നാം ഈ പാഠത്തിൽ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ക്വാർട്ടറിൻ്റെ നാം പഠിച്ച പാഠങ്ങളുടെ എല്ലാം ഒരു ഉപസംഹാരമായിട്ടാണ് ഈ പാഠം നമുക്ക് വരുന്നത്. മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. പാസ്റ്റൽസ്, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളിൽ ഇവിടെ ചില നിർണായകമായ സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവ എന്താണ്? പ്രത്യേകിച്ച് ആ വെളിപ്പെടുത്തലുകളിൽ ദൈവകൃപയെക്കുറിച്ച് എന്താണ് പ്രതിപാദിക്കുന്നത്? ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർ നിരാശപ്പെടുകയും അവർ ചിതറിപ്പോവുകയും അതിനുശേഷം അവർ തിരിച്ചവരുടെ പഴയ തൊഴിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടും നിന്നത് പത്രോസായിരുന്നു. പത്രോസാണ് ഞാൻ മടങ്ങി പോവുകയാണ്, എൻ്റെ തൊഴിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പത്രോസും ശിഷ്യന്മാരും, അല്ലെങ്കിൽ 2 ശിഷ്യന്മാരും ചേർന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ അവർ മീൻ പിടിച്ച് വല വീശിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രിസ്തു അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. അഥവാ ക്രിസ്തു ദൂരെ നിന്ന് അവർക്ക് പ്രത്യക്ഷനാകുന്നു. ആ സമയത്ത് ക്രിസ്തുവാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ക്രിസ്തു അവർക്ക് മീൻ ലഭിക്കാതിരിക്കുമ്പോൾ വല വീശാൻ പറയുന്നുണ്ട്. വല വീശി അവർക്ക് കുറേ അധികം മീൻ, വല വലിച്ചു കയറ്റാൻ പറ്റാത്ത വിധം മീൻ ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ക്രിസ്തു പറഞ്ഞ മാത്രയിൽ അവർ വല വീശുമ്പോൾ അത്രയധികം മീൻ ലഭിക്കുമ്പോഴാണ് അവർ ക്രിസ്തുവാണ്, യേശുവാണ് എന്നവർ തിരിച്ചറിയുകയും പത്രോസിനോട് അത് യേശുവാണ് എന്ന് മറ്റൊരു ശിഷ്യൻ പറയുന്ന സമയത്ത് പത്രോസ് നഗ്നനാകൊണ്ട് അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി, തോർത്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ തുണി എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതായിട്ടൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നു. ആ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ക്രിസ്തുവിൻ്റെ അരികിലേക്ക് അവർ വരുന്ന സമയത്ത് പത്രോസിനോട് ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ട ചോദ്യമാണ്. പലപ്പോഴും നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 തവണ ചോദിക്കുമ്പോൾ ഊ കർത്താവേ എന്നാണ് പറയുന്നത്. 3ാമത്തെ തവണയും ചോദിക്കുമ്പോഴും കർത്താവ് എല്ലാം അറിയുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. ആ സാഹചര്യത്തിൽ 3 തവണയും ക്രിസ്തു മറുപടി നൽകുന്ന ഇപ്രകാരമാണ്, നീ എൻ്റെ ആടുകളെ മേയിക്കുക എന്നാണ് മറുപടി നൽകുന്നത്. അപ്പോൾ ഇവിടെ നിർണായകമായ ഒരു സത്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സത്യമെന്ന് പറയുന്നത്, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ 3.5 വർഷക്കാലം കൊണ്ട് ട്രെയിൻ ചെയ്തത് സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം അപ്പോഴും ആ ഒരു സത്യം, ആ ഒരു സദ്വാർത്ത അറിയിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അവർ പിന്മാറിപ്പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പിന്മാറ്റം ക്രിസ്തു ഒരിക്കലും അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ടാണ് ക്രിസ്തു ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ? എങ്കിൽ നിങ്ങൾ എൻ്റെ ആടുകളെ കാത്തുകൊള്ളുവിൻ അല്ലെങ്കിൽ പരിപാലിപ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ സുവിശേഷത്തിന് അറിയിക്കുവാൻ തക്കവണ്ണം പോകണം. അവൻ തിരിച്ച് പഴയ തൊഴിലേക്ക് പോകണമെന്ന് ദൈവം ക്രിസ്തു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ നിരാശയാണ് തിരിച്ച് ആ തൊഴിലിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത്. പാസ്റ്റർ, ഈ മീൻ പിടിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് പത്രോസ് പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞതായ ഒരു ശിഷ്യനെയാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നതായ എല്ലാവരിലും ഇത്തരത്തിലുള്ളതായ ഒരു താഴ്മയുടെ മനോഭാവം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
എങ്ങനെയാണ് അത് നമ്മെ രക്ഷയിലേക്ക്? കർത്താവ് യേശു ക്രിസ്തു തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ് താഴ്മയ്ക്ക്. കർത്താവിൻ്റെ മുഖമുദ്ര തന്നെ താഴ്മയുടെ മുഖമുദ്രയായിരുന്നു. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് സ്വർഗത്തിലെ എല്ലാ പദവികളും വെടിഞ്ഞാണ്. ദൈവത്തോടുള്ള ആ സമത്വത്തിലിരുന്ന് കർത്താവ് മനുഷ്യരാശിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പം കർത്താവ് ഏറ്റവും നിസ്സാരന്മാരിൽ നിസ്സാരനായിട്ടാണ് ഇറങ്ങി വരുന്നത്. കർത്താവിൻ്റെ പക്കൽ താഴ്മ മാത്രമായിരുന്നു. കർത്താവ് തന്നെ അധ്വാനിക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, ഞാൻ താഴ്മയെ സൗമ്യതയുള്ളവനാകിയാൽ എന്നെ ലോകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനും. ക്രിസ്തുവിൻ്റെ മാർഗ്ഗമേ താഴ്മയുടെ മാർഗ്ഗമായിരുന്നു. ശിഷ്യന്മാരുടെ പാദം കഴുകുമ്പോഴും ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യനെയും തള്ളിപ്പറയുന്ന ശിഷ്യനെയും അതുപോലെ തന്നെ അവിശ്വസിക്കപ്പെടുന്ന ശിഷ്യനെയും ഒക്കെ കർത്താവിൻ്റെ മുമ്പിലുണ്ട്. കർത്താവ് അവരെല്ലാം ഉൾക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം യാതൊരുവിധ സങ്കോചവും കൂടാതെ അവിടെ പാദം കഴുകുന്ന തന്നെ താഴ്മയായിരുന്നു. ആ താഴ്മ ആണ് ഒരു മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. കർത്താവ് തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനാണ് ഉയർത്തപ്പെടുന്നത്. ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പിൻഗാമികളായി പോകാൻ ആഗ്രഹിക്കുന്ന വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കണമെങ്കിൽ നമ്മുടെ ക്രിസ്തു ക്ഷമയും താഴ്മയുള്ളവനാണ്. തന്നെ ഒറ്റിക്കൊടുക്കുമ്പോഴും തന്നെ ക്രൂശിക്കുമ്പോഴും തന്നെ നിന്ദിക്കുന്നവരുടെയൊക്കെ മുമ്പിൽ വളരെ താഴ്മയോടെ നിൽക്കുന്ന ഒരു യേശുവിനെയാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ മാർഗം താഴ്മയുടെ മാർഗമാണ്. എന്നാൽ ആ താഴ്മയുടെ മാർഗം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ തരം താണു പോകരുത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തരം താഴരുത്. നമ്മൾ താഴ്മ ധരിക്കുന്നുള്ളതാണ്, പക്ഷേ കാര്യസാധ്യത്തിനായിട്ടുള്ള താഴ്മയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദൈവസ്ഥൻ പൂർണ്ണമായും നമ്മുടെ ഹൃദയത്തെ നിലവാരത്തെ അറിയുന്ന ദൈവം മുമ്പിൽ ഒരു താഴ്മയുടെ അനുഭവത്തിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ധന്യകരമായി മാറും. പാസ്റ്റൽസ്, ഈ പത്രോസ് വഴി തെറ്റിപ്പോകാൻ വേണ്ടിയുള്ളതായ ഒരു ചോദ്യം ഉണ്ട് എന്ന് നമ്മുടെ ഇന്നത്തെ പാഠത്തിൽ പറയുന്നു. എന്താണ് ആ ചോദ്യം? അതിന് പത്രോസ് വഴിതെറ്റാനുള്ളതായ കാരണം എന്താണ്? തീർച്ചയായിട്ടും പത്രോസിൻ്റെ മരണത്തെക്കുറിച്ച് ക്രിസ്തു അവിടെ പറയുന്നുണ്ട്. കൈ വിരിച്ചു വെച്ച് മരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന പത്രോസ് ചോദിക്കുന്ന ഇപ്രകാരമാണ്. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവൻ്റെയും മരണത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഇവനെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു പറയുന്ന മറുപടി ഇപ്രകാരമാണ്: അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ജീവിച്ചിരിക്കേണ്ടതല്ലോ, അങ്ങനെ ഞാൻ വരുവോളം ജീവിച്ചിരിക്കേണ്ടതല്ലോ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്ന് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമേ ഇല്ല. നാം ദൈവത്തെ നോക്കി മുൻപോട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവിടെ പത്രോസിനോട് പറയുന്നത്. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, യേശുവിൻ്റെ പ്രസ്താവന അഥവാ യേശു അപ്പോസ്തലനായ യോഹന്നാനെക്കുറിച്ച് പറഞ്ഞതായ പ്രസ്താവന, അത് പല ആവർത്തി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായ ഒരു പ്രസ്താവനയാണ്. പക്ഷേ യോഹന്നാൻ അത് തിരുത്തുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. എങ്ങനെയാണ് അതിന് ഒരു തിരുത്തൽ ഉണ്ടായത്? കർത്താവ് പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട വഴികളെ നടന്നു. പക്ഷേ നീ വയസ്സനായ ശേഷം ഒരുത്തൻ നിൻ്റെ കൈക്ക് പിടിക്കുകയും നിൻ്റെ അര കെട്ടി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ഇവിടെ പാസ്റ്റർ പറഞ്ഞത്. വയസ്സനായ ശേഷം പത്രോസ് ക്രിസ്തുവിന് വേണ്ടി സ്വന്തം മരണം കൈവരിക്കുന്ന ഒരു കാര്യം ഒരു കർത്താവ് മുന്നമേ പറഞ്ഞു. കാരണം പത്രോസിൻ്റെ മരണം തന്നെ ക്രൂശ് മരണമായിരുന്നു, തലകീഴായിരുന്നു. അപ്പോൾ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോയിട്ട് അവൻ കൈ നീട്ടി പിടിച്ചവനെ കൊല്ലുന്നു. പത്രോസിൻ്റെ ആകാംക്ഷ യോഹന്നാനെ സംബന്ധിച്ചായിരുന്നു. യോഹന്നാൻ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ്. പത്രോസിൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. പക്ഷേ ന്യായമായ രീതിയിൽ ഗുരുവിനോടുള്ളൊരു ചോദ്യം, അങ്ങ് എന്നെക്കുറിച്ച് ഇത്രയും പറഞ്ഞല്ലോ, എൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇവൻ എന്തു സംഭവിക്കും? ഞാൻ വരുവോളം അവൻ ഇരിക്കണം എന്നുള്ളതാണെങ്കിൽ നിനക്കെന്ത്? ശിഷ്യന്മാരുടെ ഇടയിൽ പരക്കെ ഒരു വിശ്വാസം, ഒരു കിംവദന്തി അങ്ങ് പരന്നു. യോഹന്നാൻ മരിക്കുകയല്ല, കർത്താവ് വരുവോളം വരെ ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം ദീർഘായുസ് ഇദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ള ചിന്തയാണ്. പക്ഷേ അതല്ല കർത്താവ് പറഞ്ഞ്, ഞാൻ വരുവോളം വരെ ഇരിക്കണമെങ്കിൽ നിനക്ക് എന്ത് എന്ന് പറഞ്ഞാലും നീ നിൻ്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. യോഹന്നാനെ സംബന്ധിച്ച് യോഹന്നാനും ക്രിസ്തുവിന് വേണ്ടി ആണെങ്കിലും സ്വാഭാവിക മരണം കൈവരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ശിഷ്യനാണ്. പക്ഷേ യോഹന്നാനും മരിച്ച് മൺമറയാനിടയായി തീർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റ് ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താകും എന്നതിനെക്കുറിച്ച് പലപ്പോഴും വിചാരപ്പെട്ട് നമ്മുടെ കടമകളോ കർത്തവ്യങ്ങളോ നിറവേറ്റുന്നതിൽ നമ്മൾ പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ കാര്യമല്ല.
സകല മനുഷ്യൻ്റെയും ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലായതുകൊണ്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് നീങ്ങി നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുക. ആ ഒരു സന്ദേശമാണ് യോഹന്നാൻ പറയുന്നത്. പാസ്റ്റർ സെൽസ്, പലപ്പോഴും നമ്മൾ ഉറ്റുനോക്കുന്നതായ ആൾക്കാർ, അഥവാ നമ്മൾ വിശ്വസ്തരാണെന്നും ആശ്രയിക്കുകയും ചെയ്യുന്നതായ ചിലർ നമ്മളെ നോവിക്കാറുണ്ട്. അപ്പോൾ ഈ വേദനകളിൽ നിന്ന്, ചിലപ്പോൾ കഠിനമായ വേദനകളായിരിക്കാം, ചിലപ്പോൾ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതായ സംഭവങ്ങളായിരിക്കാം, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഇവിടെ മനുഷ്യൻ, നമുക്കൊരു റോൾ മോഡൽസ് ഉണ്ടാവും മനുഷ്യർക്ക് എല്ലാവർക്കും. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ഇമേജായിട്ട് കാണുന്ന ഒരു മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് നേരെ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രവർത്തനങ്ങൾ അവരിൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ നയിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പാസ്റ്റർമാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവദാസന്മാർ പോലും പലപ്പോഴും തെറ്റിപ്പോകുന്നതായിട്ട് നമ്മുടെ കൺമുൻപിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ക്രിസ്തീയ ഗോളത്തിലാണെങ്കിൽ പോലും ഈ പുരോഹിതന്മാരോ അല്ലെങ്കിൽ പാസ്റ്റർമാരോ നേതാക്കളൊക്കെയും പലപ്പോഴും നമ്മളെ നേർവഴിക്ക് നയിച്ചിട്ട് അവർ അത് തെറ്റായിട്ട് അല്ലെങ്കിൽ അതിനെ ലംഘിക്കുന്നതായിട്ട് നമ്മൾ കാണും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളും പലപ്പോഴും നിരാശപ്പെട്ട് നമ്മൾ പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, അങ്ങനെ നമ്മൾ ഉറ്റുനോക്കുന്ന ജനങ്ങൾ അവരുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ അവരും ഭാവിയിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി മനസ്സിലാക്കി നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടത് പാപം കൂടാതെ, ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് പാപം കൂടാതെ എങ്ങനെ ജീവിക്കാം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്ന ക്രിസ്തു യേശുവിൽ മാത്രം നമ്മളുടെ പ്രത്യാശ വെക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പാസ്റ്റർ യോഹന്നാൻ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ളതായ ഒരു കോൺട്രാസ്റ്റിംഗ് കണക്ഷൻ അവതരിപ്പിക്കുന്നു. ഇതെങ്ങനെയാണ് ഇത് രണ്ടായി വേർപെട്ട് തന്നെ ഇരിക്കേണ്ടതായിട്ടുള്ളത്? വസ്തുതയിൽ യോഹന്നാൻ്റെ എഴുത്തുകളിലെല്ലാം, പ്രത്യേകിച്ച് ലേഖനങ്ങളിലൊക്കെ കാണുന്നുണ്ട്, ശക്തമായിട്ട് ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ച് കാണിക്കാൻ ആ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് യോഹന്നാൻ ശ്രമിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ ലോകത്തിന് വെളിച്ചം വന്നു, അവനിൽ അല്പം പോലും ഇരുട്ടില്ല. സാത്താനെക്കുറിച്ച് പറയുമ്പോൾ പിശാചാണ് ഇരുട്ട്, അവനിൽ ഇരുട്ടേ ഉള്ളൂ, അവനിൽ അല്പം പോലും വെളിച്ചമില്ല. പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെല്ലാം ഇരുട്ടിൻ്റെ മക്കളാണ്, എന്നാൽ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പലപ്പോഴും യോഹന്നാന് ജീവിക്കുന്ന കാലഘട്ടം, യോഹന്നാൻ എഴുതുന്ന സമയം എന്ന് പറയുമ്പോൾ തന്നെ 1-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാന സമയമാണ്. വളരെ ശക്തമായിട്ടുള്ള വെളിച്ചത്തിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ക്രിസ്തീയ ലോകത്തിലേക്ക്, ക്രിസ്തീയ സഭയ്ക്കുള്ളിലേക്ക് ശക്തമായ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ യോഹന്നാൻ കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത്. വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരുന്ന വെളിച്ചം, ലോകത്തിന് വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു ലോകം വിട്ടു പോയപ്പോൾ ശിഷ്യന്മാരെ നിങ്ങളാണ് ഇനി ലോകത്തിന് വെളിച്ചം എന്ന് പറഞ്ഞു. ആ ശിഷ്യന്മാരിൽ പലരും കാലിടറി വീഴുന്നു, പലരും അന്ധകാരത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകളൊക്കെ യോഹന്നാൻ കാണുകയാണ്. പക്ഷേ എല്ലാ ശിഷ്യന്മാരും അവസാന സമയത്ത് യോഹന്നാൻ കാണുമ്പോഴും ശക്തമായ ഒരു കടന്നുകയറ്റം, ഇരുട്ട് വെളിച്ചത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച യോഹന്നാൻ കാണുകയാണ്. ദുരുപദേശങ്ങളായിക്കോട്ടെ, ക്രിസ്തുവിനെ അവിശ്വസിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ഇതെല്ലാം യോഹന്നാൻ ഇരുട്ടിൻ്റെ പ്രവൃത്തികളായിട്ടാണ് തൻ്റെ എഴുത്തുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇരുട്ടിന് വെളിച്ചത്തിൽ ഒരു സ്ഥാനം പോലുമില്ല. അപ്പോൾ നാം വെളിച്ചത്തിൻ്റെ മക്കളായി ഇരുട്ടിനെ ദൂരത്ത് അകറ്റിക്കൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായി എപ്പോഴും വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കുവാനും വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കാനും തൊക്കെയാണ് യോഹന്നാൻ ആഗ്രഹിക്കുന്നത്. അതാണ് യോഹന്നാൻ തൻ്റെ എഴുത്തുകളിൽ ശക്തമായി. പാസ്റ്റർ, ഇസ്രായേൽ മക്കൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് മുൻപേ തന്നെ, അഥവാ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് തെറ്റായ അടിസ്ഥാന പ്രമേയങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചിരുന്നു. അതിന് എതിരെ കർത്താവ് എപ്രകാരമാണ് പ്രതികരിച്ചത്? കർത്താവിൻ്റെ വിശദീകരണം എന്തായിരുന്നു? തീർച്ചയായിട്ടും വളരെ ശക്തമായ രീതിയിലാണ് ക്രിസ്തു ഈ കാലഘട്ടത്തിൽ, തൻ്റെ സുവിശേഷ വേലയുടെ കാലഘട്ടത്തിൽ പ്രതികരിച്ചത്. വളരെ വൈകാരികപരമായി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു എന്ന് പറയുകയും പലപ്പോഴും പരീക്ഷന്മാരുടെ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് നിങ്ങൾ കപടഭക്തിക്കാരെന്ന് അവരെ അഭിസംബോധന ചെയ്യുകയും നേരിട്ട് അവരെ വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ക്രിസ്തു ഒരിക്കലും ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സാഹചര്യങ്ങളിലൊക്കെ അവരെ അങ്ങനെ വിളിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് സാധിക്കുന്നത്. അങ്ങനെ അവർ അവരുടേതായ രീതിയിലുള്ള നിയമങ്ങളെ ഈ ശബദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ കഠിനതയോടുകൂടി കൊണ്ടുവരികയും അതിനെ അനുഷ്ഠിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യരുടെ നിയമങ്ങൾ അവർ സ്ഥാപിച്ചു.
അങ്ങനെ സ്ഥാപിച്ച മനുഷ്യരുടെ നിയമങ്ങൾ എന്താണ് അവർ മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അത് വളരെ കഠിനമേറിയതായിരുന്നു. അതിനെയാണ് ക്രിസ്തു എപ്പോഴും വിമർശിച്ചതും ക്രിസ്തു പറഞ്ഞത് മനുഷ്യരുടെ നിയമങ്ങളല്ല, ദൈവത്തിൻ്റെ നിയമങ്ങൾ അതിനും അപ്പുറമാണ് എന്ന് പറഞ്ഞത്. പാസ്റ്റർ, നമ്മുടെ വീക്ഷണത്തേക്കാൾ ദൈവത്തിൽ നിന്നുള്ളതായ കാഴ്ചപ്പാട് നാം നടപ്പിലാക്കുന്ന എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? മനുഷ്യൻ്റെ വീക്ഷണങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്. മനുഷ്യൻ അവന് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങളെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് വിശാലത ഉണ്ടാകും, നമ്മുടെ ചിന്തകൾക്ക് ആഴമുണ്ടാകും, നമ്മുടെ ചിന്തകളും വിചാരങ്ങളും യാഥാർത്ഥ്യമായി മാറും. ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ചിന്തകളെ മുഴുവനായി നിയന്ത്രിക്കുന്ന ദൈവിക ചിന്തകൾക്കും ദൈവിക ആലോചനകൾക്കും നാം വിധേയപ്പെടുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. ഒരുവന് ഒരു വഴി ചൊവ്വായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. ദൈവത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ഈ ആഴ്ചത്തെ പാഠം നമ്മുടെ കഴിഞ്ഞ എല്ലാ പാഠങ്ങളുടെയും ഒരു ഉപസംഹാരമായിട്ടാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നതായ ഒരു ഉദ്യോഗസ്ഥനെക്കുറിച്ച് നാം കഴിഞ്ഞ ഒരു പാഠത്തിൽ പഠിക്കുകയുണ്ടായി. ഈ ഉദ്യോഗസ്ഥനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ച ഘടകം എന്താണ്? ആ ഉദ്യോഗസ്ഥൻ അഥവാ രാജ്യഭൃത്യനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ രോഗമായിരുന്നു. ആ രോഗത്തിൽ നിന്നുള്ളതായ സൗഖ്യം അതാണ് അദ്ദേഹത്തെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചത്. ക്രിസ്തുവിലൂടെ ആ രോഗത്തിൽ നിന്നും സൗഖ്യം ലഭിക്കുമെന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവിടെ പറയുന്നത് ഒരു ആത്മീയ ദാരിദ്ര്യം ആ മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ക്രിസ്തു അവിടെ ആ സൗഖ്യത്തിലൂടെ നിറവേറ്റുന്നത്. ഒന്ന്, ആ മനുഷ്യൻ്റെ ആത്മീയ ദാരിദ്ര്യം കുറയ്ക്കുകയും അവിടെ ക്രിസ്തുവിൻ്റെ നാമം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് രണ്ടാമത്തെ ദൈവത്തിൻ്റെ അത്ഭുതമായി, ക്രിസ്തുവിൻ്റെ അത്ഭുതമായിട്ടാണ് യോഹന്നാൻ ആ അത്ഭുതത്തെ രേഖപ്പെടുത്തുന്നത്. ആദ്യത്തെ കാനായിലെ കല്യാണത്തിലെ അത്ഭുതം, അത് ചെയ്യുന്ന സമയത്ത് നേരിട്ട് ചെയ്യുകയും ഇത് ദൈവം ദൂരെ നിന്നുകൊണ്ട് നിൻ്റെ മകൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ദൂരെ നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ മകനെ സൗഖ്യമാക്കുന്നതായൊരു രീതി, അത് ആത്മീയ ദാരിദ്ര്യം മാറ്റുകയും അവിടെ ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുകയും ചെയ്തു. മറ്റൊരു തരത്തിലെയും വിമർശനങ്ങൾക്ക് ഇടവരുത്താതെയാണ് ദൈവം ചെയ്തു. പാസ്റ്റർ, നമ്മുടെ ദൈവത്തോടുള്ളതായ സ്നേഹവും നമ്മുടെ അനുസരണവും അത് എങ്ങനെയാണ് ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ട് സാധിക്കുന്നത്? ദൈവത്തോടുള്ള സ്നേഹവും അനുസരണവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്ന ദൈവ കൽപ്പനകൾ പ്രമാണിക്കുന്നതിലൂടെയാണ്. എനിക്ക് ദൈവത്തെ അനുസരണമുണ്ട്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ദൈവകൽപ്പനകളുമായിട്ട് ബന്ധമില്ലാത്തവനെ ഈ യോഹന്നാൻ തന്നെ വിളിക്കുന്ന അവൻ കള്ളനാകുന്നു എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. കൽപ്പനകൾ പ്രമാണിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ. ദൈവിക കൽപ്പനകൾ മാനുഷ്യമായ കൽപ്പനകളല്ല, അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതാണ് ദൈവം നമുക്ക് കാൽവറിയിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജീവിതം മുഴുവൻ തൻ്റെ പിതാവിനെ അനുസരിക്കുകയും പിതാവ് പറഞ്ഞ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുകയുമായിരുന്നു കർത്താവ് ചെയ്തത്. അപ്പോൾ കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം, ആ സ്നേഹവും അനുസരണവും പ്രകടമാകുന്നത് ദൈവിക കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെയും ദൈവിക തത്വങ്ങളെ പാലിക്കുന്നതിലൂടെയാണ്. അപ്പോൾ മാത്രമാണ് ഇത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നുവെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും. പാസ്റ്റർ സിൽസ്മോൻ, നമ്മുടെ ആത്മീയ വളർച്ചയുടെയും ആത്മീയ ആരോഗ്യത്തിൻ്റെയും രഹസ്യം എന്താണ്? അല്ലെങ്കിൽ അതിന് അനിവാര്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യശാസ്ത്രം പറയുന്ന മനുഷ്യൻ്റെ ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് പോഷകാഹാരങ്ങളാണ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ആത്മീയ ആരോഗ്യത്തിനും എന്താണ് ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ അത് കുടിക്കണമെന്നാണ് എന്ത് ചെയ്യുന്നത് ദൈവവചനം നമ്മളോട് അനുശാസിക്കുന്നത്. അപ്പോൾ വചന പഠനവും അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വചന പഠനവും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള പ്രാർത്ഥനയും അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ആത്മീയമായിരിക്കുന്ന ആരോഗ്യം അത് എക്കാലവും നിലനിൽക്കുവാൻ. ഈ ആത്മീയമായിരിക്കുന്ന ആരോഗ്യം നമുക്ക് നിലയ്ക്കുന്നത് നമുക്ക് സംശയമുണ്ടാകുമ്പോഴാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ഈ അടിസ്ഥാന പ്രമാണങ്ങളിലുള്ള സംശയം ഉണ്ടാകുമ്പോഴും
പലപ്പോഴും പലരിൽ നിന്നും അതിനെക്കുറിച്ചുള്ളതായ തെറ്റായ വ്യാഖ്യാനങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ്. പക്ഷേ തെറ്റായ ആ വ്യാഖ്യാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അപ്പോൾ ആരോഗ്യം നിലയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ തെറ്റായ പഠിപ്പിക്കലുകളെ വേദപുസ്തക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന പോലെ അത് താരതമ്യം ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി ശരിയായിട്ടുള്ള മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് വളരണം. അങ്ങനെയാണ് നമ്മളുടെ ആത്മീയ ആരോഗ്യം നിലനിർത്തേണ്ടതും. അതിലുപരി ദൈവത്തിലുള്ള ആശ്രയം, പ്രാർത്ഥന നമുക്കെപ്പോഴും ഉണ്ടായിരുന്നു. ദൈവവചനം പറയുന്നത് പ്രാർത്ഥന സ്വർഗത്തിലെ കിളിവാതിലുകളെ തുറക്കാനുള്ളതായ താക്കോൽ എന്നാണ്. ദൈവവചനം പഠിക്കുന്നതായ ദൈവമക്കൾ പറയുന്നത് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ ശ്വാസം ആണ് എന്നാണ്. പാസ്റ്റർ, ഒരു സത്യ അന്വേഷകൻ എപ്രകാരമാണ് സത്യം കണ്ടെത്താൻ അവൻ ശ്രമിക്കേണ്ടത്? യഥാർത്ഥമായി സത്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഒരു സത്യ അന്വേഷകൻ കണ്ടെത്തേണ്ടത് ദൈവവചനത്തിലാണ് സത്യം അടങ്ങിയിരിക്കുന്നത്. കാരണം ദൈവവചനം സത്യമാണ്, ദൈവിക പ്രവൃത്തികൾ സത്യമാണ്. പ്രപഞ്ചത്തിലോ ചുറ്റുപാടുകളിലോ കാണുന്ന യാഥാർത്ഥ്യങ്ങളൊന്നും സത്യമാകണമെന്നില്ല. പലപ്പോഴും മനുഷ്യനെ പല യാഥാർത്ഥ്യങ്ങളിലേക്കും അത് നയിക്കുന്നുവെങ്കിലും അതിൻ്റെ അവസാനം അസത്യമായി മാറുന്നു, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് ചെന്നെത്തുന്നു എന്നുള്ളതാണ്. പലരും പല മാർഗങ്ങളിലും സത്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പല മാർഗങ്ങളിലേക്ക് മനുഷ്യൻ പോകാറുണ്ട്. പക്ഷേ അവസാനം ചെന്നെത്തിയെന്നത് ഏറ്റവും വലിയൊരു അസത്യത്തിൻ്റെ പാതയിലാണ്, യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോഴേക്കും മനുഷ്യൻ വളരെ വൈകിപ്പോകുന്നു. യഥാർത്ഥമായി സത്യത്തിൽ സഞ്ചരിക്കുവാൻ, സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദൈവവചനത്തിൽ ആശ്രയിക്കണം, ദൈവവചനം പഠിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥമായ സത്യങ്ങളിലേക്ക് അവന് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അതായിരിക്കും അവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രാധാന്യമായി നിലകൊള്ളും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ആദ്യം ദൈവമുണ്ട് എന്നും ദൈവം തന്നെ രക്ഷിക്കുമെന്നും വിശ്വസിക്കണം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാനും ദൈവവചനം പഠിക്കുവാനും തക്കവണ്ണം കഴിയുന്നത്. ഈ ചർച്ച നമ്മെ കേട്ടതായ എല്ലാവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ ബിനോയിയെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റേഴ്സ്, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ്. താങ്ക് യു പാസ്റ്റർ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പാഠം ഞങ്ങൾക്ക് പഠിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ വചനത്തെ പ്രമാണിക്കുന്നു. എന്നിരുന്നാലും കർത്താവെ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഏതുമില്ലാത്തവരാകുന്നു. കർത്താവ് ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ഒടുവിൽ അങ്ങ് മേഘാരൂഢനായി വരുമ്പോൾ അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം വചനം പഠിച്ചതായ ദൈവമക്കൾ, അങ്ങയുടെ വരവിനായി പ്രത്യാശിക്കുന്നതായ സകലരെയും അങ്ങ് ദൈവരാജ്യത്തിൽ ചേർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വലിയ ദൈവത്തിനായി സ്തോത്രം. സകലവും യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുമാറാകണമേ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് വേഗം വരുന്നു എന്ന തിരുവചനത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഉടനീളം ദൈവമായിരുന്ന വ്യക്തി ദാസരൂപമണിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവായി നമ്മുടെ അടുക്കൽ വരികയും നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. അവൻ വേഗം വരും. അവനോടൊപ്പം പോകുവാൻ നാം ഒരുങ്ങിയിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അതിനായി ഒരുക്കുമാറാകട്ടെ.